ഈ ഒരു വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയും പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഓൺ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഗൂഗിൾ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് തരത്തിലുള്ള വീഡിയോസും സെർച്ചിങ്ങും എന്തൊക്കെയാണോ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാര്യം ഓൺ ആയതുകൊണ്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും. അത് മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഏത് തരത്തിലുള്ള പരസ്യങ്ങൾ വരെ വരണം എന്നുള്ളത് ഈ ഒരു കാര്യം ഓൺ ആയതുകൊണ്ടാണ്. ഇതെങ്ങനെ ഡിസേബിൾ ആക്കണം, മറ്റ് എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഗൂഗിൾ കാണാൻ സാധിക്കും. ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഈ ഫസ്റ്റ് അതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നേരെ കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പ്രൈവസിയും പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ കാണിച്ചതുപോലെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയും പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഡിലീറ്റ് ആക്ടിവിറ്റിയും പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇതൊക്കെ ഗൂഗിൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നീക്കി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഓൾ പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റിയും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ലോക്ക് ആക്കിയത് കൊണ്ടാണ് ഇവിടെ വെരിഫൈ ഓണാക്കി കൊടുത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ പിൻ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ഡിസേബിൾ ആക്കണം. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ബേക്ക് വരിക, വീണ്ടും ബേക്ക് വരിക. അങ്ങനെ ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു രണ്ട് ഓപ്ഷൻ, ഈ ഒരു പെട്ടി ഡിസേബിൾ ആണ്. നിങ്ങളിവിടെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുന്ന സമയത്ത് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഡിസേബിൾ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നിങ്ങളിവിടെ ഓൺ ആക്കി കൊടുക്കുക. അങ്ങനെ ഓൺ ആക്കുന്ന സമയത്ത് ഇറ്റ് കൊടുത്താൽ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇനി മുതൽ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷന് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നേരെ മേലൊക്കെ വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷന് ഓണാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് മാത്രമല്ല, നിങ്ങൾ ഏത് തരത്തിൽ ഏത് ആപ്ലിക്കേഷനിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നതോ അതൊക്കെ നിങ്ങൾ ഒറ്റ ക്ലിക്കിൽ നിങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്യം വരുന്നത് അതുമായി ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഡിലീറ്റ് ആക്ടിവിറ്റിയും പറഞ്ഞ ഈ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഏത് ആപ്ലിക്കേഷനിലും സെർച്ച് ചെയ്യുന്നത് ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.